വീണ്ടും G2R പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് മരുഭൂമിയിലുണ്ടായിരുന്ന അവരുടെ യാത്രയുടെ ക്രമീകരണം, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദ വിൽഡർനെസ് ജേണി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, അതും രാജകീയ പുരോഹിതവർഗമാകുന്ന നാമും തമ്മിലുള്ള, നമ്മുടെ ആത്മീയ യാത്രയും തമ്മിലുള്ള ഒരുക്കത്തിൻ്റെ, ക്രമീകരണത്തിൻ്റെ ഒരു താരതമ്യ പഠനം. നമ്മൾ പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൽ 9 വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് വിചിന്തനം ചെയ്യുന്നത്. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നതായ ഇസ്രായേൽ പൗരോഹിത്യവും പുതിയ നിയമത്തിൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ മണവാട്ടിയും കാന്തയുമായ ദൈവസഭ അഥവാ രാജകീയ പുരോഹിതവർഗവും. അവരുടെ മരുഭൂമിയിലെ യാത്രയിൽ 20 വയസ്സ് മുതൽ മുകളോട്ട് എണ്ണപ്പെട്ട യുദ്ധപ്രാപ്തരായ വ്യക്തികളുടെ എണ്ണവും മറ്റും നാം കണ്ടു. 6,3550 പേർ യുദ്ധത്തിനായി വന്നിരിക്കുന്ന ഒരു സൈന്യവ്യൂഹം എപ്രകാരം നിയമവിധേയരായി ക്രമം അനുസരിച്ച് പാളയം അടിച്ചു ജീവിക്കുകയോ അപ്രകാരം ആയിരുന്നു അവരുടെ പാളയത്തിൻ്റെ മുറ. ഇന്ന് ഇവിടെ ഒരു 100 പേർ ഒരു ദിഷ്ടലക്ഷ്യത്തോടുകൂടെ വഴിയെ യാത്ര ചെയ്താൽ, യാത്ര ചെയ്യുന്നവർക്ക് പ്രശ്നം, അതിനെ നയിക്കുന്നവർക്ക് പ്രശ്നം, എതിർദിശയിൽ വരുന്നവർക്കും അതേ ദിശയിൽ പോകുന്നവർക്കും പ്രശ്നം. എന്തെല്ലാം കഷ്ടതകളാണ്. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ 20 വയസ്സിൽ മുകളോട്ട് എണ്ണപ്പെട്ടവരാണ് 6,3550 പേർ. അപ്പോൾ അതിലേക്ക് താഴേക്കുള്ള എത്ര ആയിരം സ്ത്രീജനങ്ങൾ, എത്ര പേർ? എത്രയോ ക്രമീകൃതമായ ജീവിതമായിരുന്നു ആ ഇസ്രായേൽ ജനങ്ങൾക്ക്. അവർക്ക് പാളയത്തിൽ, മരുഭൂമിയിൽ ഇത്ര ക്രമീകൃതമായിരുന്നുവെങ്കിൽ രാജകീയ പുരോഹിതവർഗമാകുന്ന പുതിയ നിയമസഭയും ആരാധനയിൽ ക്രമീകരണം വേണം, കുടുംബജീവിതത്തിൽ ക്രമീകരണം വേണം, നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ക്രമീകൃതമായ ജീവിതശൈലികൾ ഉള്ളവരായിരിക്കണം. ക്രമം കെട്ട് നടക്കുന്നവർ വേണ്ട. നമ്മുടെ ജീവിതത്തെ നോക്കുന്ന ഒരു വ്യക്തി നോക്കിയ ശേഷം പറയണം, ഇത് ചന്തവും ഉചിതമായ തരത്തിൽ ജീവിതശൈലിയുള്ള ഒരു വ്യക്തിയാണ്. ആ വിഷയം ഒരിക്കലും നമ്മൾ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. യുദ്ധത്തിന് സന്നദ്ധരായി വന്നിരിക്കുന്ന സൈന്യവ്യൂഹത്തെ പോലെയായിരുന്നു അവരുടെ പാളയത്തിൻ്റെ മുറ. ഓരോ ഗോത്രങ്ങളിലുമുള്ള പടയാളികളുടെ എണ്ണം അനുസരിച്ചായിരുന്നു അവരുടെ യാത്രയുടെ പാളയം അടിച്ചതിൻ്റെ ഒക്കെ ക്രമം നിശ്ചയിച്ചിരുന്നത്. അതായത് യുദ്ധത്തിന് പ്രാപ്തിയുള്ളവരുടെ എണ്ണം കൂടുതൽ ഉള്ളവരായിരുന്നു ഏറ്റവും മുൻപിൽ. അതനുസരിച്ച് യാക്കോബിൻ്റെ 12 ആൺമക്കളിൽ 4-മനായിരുന്ന യെഹൂദാഗോത്രത്തിനായിരുന്നു യുദ്ധപ്രാപ്തരായ ഏറ്റവും കൂടുതൽ ആളുകൾ. ആകയാൽ അവരുടെ പ്രയാണത്തിൽ, മരുഭൂമി യാത്രയിൽ അവരായിരുന്നു അവരുടെ പാളയ ക്രമീകരണത്തിൻ്റെ ഏറ്റവും മുൻപിൽ യാത്ര ചെയ്തത്. അവരുടെ കൊടിയും പിടിച്ചുകൊണ്ടായിരുന്നു അവർ യാത്ര ചെയ്തത്. സംഖ്യാപുസ്തകം 2-3 വാക്യം. പൂർവ്വദിക്കിൽ നിന്നും ഭൂവാസികൾ സൂര്യനെ ദർശിക്കുന്നതിനാൽ പൂർവ്വകാലം മുതൽ ഭൂലോകവാസികളായവർ എല്ലാവരും പൂർവ്വദിക്കിനെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇസ്രായേൽ ജനവും ദിശാടിസ്ഥാനത്തിൽ പശ്ചിമദേശത്തു നിന്ന് പൂർവ്വദേശത്തേക്ക്, അഥവാ മിസ്രയീം എന്ന പശ്ചിമദേശത്തിൽ നിന്ന് പൂർവ്വദിശയിൽ കിടക്കുന്ന വാഗ്ദദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അവരുടെ യാത്രയും കിഴക്കോട്ട് നോക്കിയായിരുന്നു എന്ന് മറന്നു പോകരുത്. കനാന്റെ ദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നതിനാൽ പാളയ ക്രമീകരണത്തിൽ കിഴക്കേ അറ്റത്ത് യഹൂദാഗോത്രം ഏറ്റവും മുൻപിൽ. അവർക്കുള്ള കൊടി പിടിച്ചുകൊണ്ട് ജൈത്രയാത്ര ചെയ്തതു മാത്രമല്ല, സമാഗമന കൂടാരത്തിൻ്റെ വാതിലും കിഴക്കോട്ട് ദർശനമായിരുന്നു. ആലയത്തിൻ്റെ വാതിൽ സൂര്യനെ അഭിമുഖീകരിച്ച് കിഴക്കോട്ടായിരുന്നു അവരുടെ യാത്രയുടെ ക്രമീകരണം. അടുത്ത അധ്യായത്തിൽ വിചിന്തനം ചെയ്യാം എങ്ങനെയായിരുന്നു അവർ യാത്ര ചെയ്തതെന്ന്. ഇപ്പോൾ നാം പഠിക്കുന്നത്
സീനായ് മലയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവർ കിഴക്കോട്ടാണ് യാത്ര ചെയ്തത് എന്ന് മാത്രമല്ല, പാളയത്തിൽ കൂടാരമടിച്ചപ്പോഴും ആലയത്തിൻ്റെ വാതിൽ കിഴക്കോട്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് ദിശയ്ക്ക് പ്രാധാന്യം കൊടുത്തല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലെ ഒരു സൂര്യൻ കിഴക്കുനിന്ന് ഉദിച്ചതുകൊണ്ട് ഈ ലോകവാസികൾ കിഴക്കുള്ള സൂര്യനെ നമിക്കുന്നു എങ്കിൽ, നമ്മുടെ മേൽ ശോഭിക്കുന്നത് ഇവിടുത്തെ അക്ഷരിക സൂര്യൻ കിഴക്കുദിക്കുന്ന ആളെയല്ല, നമ്മൾ ആരാധിക്കുന്ന നീതി സൂര്യനാകുന്ന കർത്താവിനെയാണ്. അവൻ സ്വർഗാദി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വസിക്കുന്നവനാകയാൽ നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടത് ദൈവത്തെങ്കിലേക്കാണ് എന്ന് രാജകീയ പൗരോഹിത്യം മറന്നു പോകരുത്. അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കിഴക്ക് ദിശയിൽ സൂര്യനെയും അതിനുശേഷം രാത്രിയിൽ ദിശ മാറി പ്രത്യക്ഷത നൽകുന്ന ചന്ദ്രനെയും ആകാശവിധാനത്തിൽ എങ്ങും ദർശിക്കുന്ന നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവ അവർക്ക് വെളിച്ചം നൽകുന്നതിനാൽ ഭൂലോകവാസികൾക്ക് അവയെ ആരാധിക്കരുത് എന്നും അവയെ നമസ്കരിപ്പാനോ സേവിപ്പാനോ വശീകരിക്കപ്പെടരുത് എന്നും അവയെ ആകാശത്തിൻ കീഴിലുള്ള ഭൂതലത്തിൽ വസിക്കുന്ന സകല ജാതികൾക്കും കൊടുത്തിരിക്കുന്നു എന്നും ആ ജാതികൾ ഈ ആകാശത്തിൽ കാണുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഓരോരോ നക്ഷത്രങ്ങളെയും മറ്റും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു എന്നും ദൈവം അരുളി ചെയ്തിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാ ഉപഗ്രഹങ്ങൾക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യതയല്ല ഈ ലോകജനം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. ആ വിഷയമാണ് ആവർത്തന പുസ്തകം 4-19 വാക്യത്തിൽ മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തത്. എന്താണ് അവയെ നമസ്കരിക്കരുതെന്ന് പറയുവാൻ കാരണം അവയെല്ലാം മഹോന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാകുന്നുവെന്നും അവ ദൈവത്തിൻ്റെ സൈന്യം മാത്രമാകുന്നുവെന്നും യഹോവ അരുളി ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 8:3, യെശയ്യാ പ്രവചനം 40:26. സൂര്യനോട് ഉദിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചാൽ അത് ഉദിക്കയില്ലെന്നും നക്ഷത്രങ്ങൾ കേട്ടുകൊള്ളണം എണ്ണം വാനശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് 3 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഈ നീലാകാശത്തിൽ കിടപ്പുണ്ടെന്നാണ്. ആ നക്ഷത്രങ്ങളെ പൊതിഞ്ഞുകെട്ടി മുദ്രയിടുന്നവനാണ് ദൈവമെന്നും അവ നിലനിർത്തപ്പെട്ടിരിക്കുന്നത് ആകാശമണ്ഡലത്തിൽ യഹോവയാം ദൈവം തനിയെ വിരിച്ചിരിക്കുന്ന ആകാശമണ്ഡലത്തിൽ ആകുന്നുവെന്നും സമുദ്രത്തിലെ തിരമാലകളിൽ മേൽ നടക്കുന്നവനാകുന്നു അവനെന്നും സംശയലേശവിനെ ഇയ്യോബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 9-7 വരെയുള്ള വാക്യങ്ങൾ. മാനവനായി ജീവിക്കുന്ന ഒരുവനാലും ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും അവൻ ചെയ്യുന്നുവെന്നും നീലാകാശത്തിൽ ക്ഷീരപഥ ഗാലാക്സിയിൽ കിടക്കുന്ന 3 ലക്ഷം കോടി നക്ഷത്രങ്ങൾക്കും ഓരോന്നിനും ഒരെണ്ണത്തെ പോലും തെറ്റാതെ ആവർത്തിക്കാത്ത വിധം പേരിട്ടിരിക്കുന്നുവെന്നും യോബിന്റെ പുസ്തകം 9:9, 38-31 വരെയുള്ള വാക്യങ്ങൾ. അവയുടെ എണ്ണം നോക്കി പേർ ചൊല്ലി വിളിക്കുന്നു എന്നും സങ്കീർത്തനം 147:4. അത്രമാത്രം കഴിവുള്ള ഒരു സർവശക്തനായ സൃഷ്ടിതാവാകുന്നു നമ്മുടെ ദൈവം. അടുത്തു പറയുകയാണ്, ഇവയെല്ലാം നശിക്കും എന്നും തിരുവചനം വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24:35, മർക്കോസ് എഴുതിയ സുവിശേഷം 13:31, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:33, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 7:31, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 5:10 ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണ്? ഇവയുടെ സൃഷ്ടിതാവായ മഹോന്നതനായ ദൈവമാണ്. എന്നാൽ ആ ദൈവത്തോട് നന്ദി കാണിക്കുകയോ ആ ദൈവത്തെ ഓർക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീരുന്ന മാനവരാശി, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ സ്വയം ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ സൃഷ്ടികളുടെ സാദൃശ്യമാക്കി രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 1-20 വരെയുള്ള വാക്യങ്ങൾ. ഇവയിൽ നിന്നും ഒട്ടും വ്യത്യാസം അല്ല
ആ വിധത്തിലാണ് ഇന്നത്തെ പുരോഹിത വർഗവും പട്ടത്വ സഭകളും, എന്തിനധികം വേർപെട്ടവർ എന്ന സ്വയാഭിമാനം കൊള്ളുന്ന പൂജാ പുരോഹിതന്മാർ എന്ന മതവിഭാഗങ്ങളെ വെറുത്തുകൊണ്ട് നടക്കുന്ന അതിരൂക്ഷ ധാർമ്മികതാചാരക്കാർ, അഥവാ പ്യൂരിറ്റൻസ് പോലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ദൈവത്തെക്കാൾ ഉപരി ആദരിച്ച് ആരാധിച്ച് വാഴ്ത്തി വണങ്ങുന്നവർ അല്ലേ? ഇവരുടെ കൂടിവരവിൽ ദൈവം എഴുന്നള്ളി വന്നാലും ദൈവത്തിന് ബഹുമാന സൂചകമായി ആദരവ് സൂചകമായി എഴുന്നേൽക്കുകയോ ഭക്തി കാണിക്കുകയോ ചെയ്യാത്തപ്പോൾ കുപ്പായധാരികളായ മതപുരോഹിതന്മാരും സംഘടനാ നേതാക്കന്മാരും വന്നാൽ ഹർഷാരവം മുഴക്കി സ്വീകരിക്കുകയും കുറേ ശബ്ദം ഇടുകയും എഴുന്നേറ്റ് നിൽക്കുകയും തലവണങ്ങിയൊക്കെ നിൽക്കാറില്ലേ? ജാതീയ ലോകത്തിൽ സൃഷ്ടിതാവിനേക്കാൾ സൃഷ്ടിയെ വണങ്ങി ആരാധിക്കുന്നതിനേക്കാൾ എന്തു വ്യത്യാസമാണ് ഇന്നത്തെ രാജകീയ പുരോഹിതവർഗം എന്ന് സ്വയാഭിമാനം കൊള്ളുന്നവരും ചെയ്തു വരുന്നത്? ഇപ്രകാരത്തിലുള്ള മാനുഷിക പൂജകൾ ഒരു കാലത്തും തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ കടന്നു കയറാതിരിക്കേണ്ടതിനത്രേ ക്ഷയമുള്ള മനുഷ്യരായിരുന്ന മോശെ തുടങ്ങിയ ശുശ്രൂഷകന്മാർക്ക് മരുഭൂമിയിൽ സീനായി പർവ്വതത്തിൽ വെച്ച് അവിടെ വന്നതിൻ്റെ 3-ാം മാസത്തിൽ ഇടിമുഴക്കം, മിന്നൽ, കാർമേഘം, മഹാഗംഭീരമായ കാഹളധ്വനി എന്നിവയുടെ നടുവിൽ അവർ കാണെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ദൈവം തന്നെ ഒരുക്കിയെടുത്ത കൽപ്പലകകളിൽ മഹോന്നതനായ ദൈവം തന്നെ സ്വന്ത വിരലുകൾ കൊണ്ട് എഴുതിയ 10 കൽപ്പനകൾ ഉൾപ്പെട്ട പ്രമാണം അവർക്ക് കൊടുത്തതും കഴിഞ്ഞ 3 മാസവും മിസ്രൈമിൽ ചെയ്ത 10 അത്ഭുതങ്ങളുടെയും ബാധകളുടെയും നടുവിൽ ഈ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ മോശയ്ക്ക് സ്വയം കഴിഞ്ഞോ? അഹരോന് കഴിഞ്ഞുവോ? ഇല്ല. അവർക്കൊക്കെ കഴിയുന്നതിനുപരി പല മടങ്ങ് ഗംഭീര പ്രവർത്തനങ്ങളായിരുന്നു ദൈവം സീനായി മരുഭൂമിയിൽ ചെയ്തത്. കാരണം അവൻ പോലും ഭയന്നു വിറച്ചു. എന്തിനാണ് ഇത്രമാത്രം ഭീകരമായ ഒരു ദർശനം അവിടെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, മോശെ നിങ്ങളെ നടത്തും, മാറ്റപ്പെട്ടു പോകും. അഹരോൻ നിങ്ങളെ നടത്തും, അവനും മാറ്റപ്പെട്ടു പോകും. എന്നാൽ അവരെ ശുശ്രൂഷയ്ക്കായി അയച്ച ഞാൻ മാറ്റമില്ലാത്തവൻ, മഹോന്നതൻ എന്ന് കാണിക്കേണ്ടതിനു വേണ്ടിയായിരുന്നു. അവിടെ മരുഭൂമിയിൽ തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത 10 കൽപ്പനകൾ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം കൊടുത്ത 10 കൽപ്പനകൾ എഴുതിയതും ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയായിരുന്നു. അവിടെ 2 കൽപ്പലകകൾ കൊടുത്തിട്ടു, 2 തവണയായിട്ടാണ് കൽപ്പനകൾ കൊടുത്തത്. ഒന്ന് 32-ാം അധ്യായത്തിൽ പർവ്വതത്തിൽ നിറങ്ങി വരുമ്പോൾ ജനത്തിന് നടുവിൽ കാണുന്ന വിഗ്രഹാരാധനയുടെ പരിണതഫലമായി ദൈവം ഒരുക്കിയതും തൻ്റെ കൈകളാൽ എഴുതപ്പെട്ടതും 2 കൽപ്പലകകൾ പിടിച്ചുകൊണ്ടുവരുമ്പോൾ പാളയത്തിൻ്റെ അടിയിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞതും, അത് ക്രിസ്തുവിൻ്റെ നിഴൽ. രണ്ടാമത് ഇവിടെ നിന്ന് വെട്ടി മോശെ ദൈവം എഴുതിയ കൽപ്പനകൾ വിശ്വാസികൾക്ക് നിഴൽ. ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ഇവിടെ നിന്ന് വെട്ടപ്പെട്ട കല്ലുകളാണ് നമ്മളുടെ ഹൃദയമാകുന്ന പലകകളിൽ ദൈവം തൻ്റെ വചനം എഴുതിയിരിക്കുന്നു. ഈ വിഷയവും ദൈവജനങ്ങൾ മറന്നുപോകരുത്. അവിടെ ദൈവം കൊടുത്ത 10 കൽപ്പനകൾ, ആ കൽപ്പനകൾ 10-ൽ നിന്നാണ് ബാക്കി എല്ലാ കൽപ്പനകളുടെയും വിസ്തൃതമായ വിഷയങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കൊടുത്ത കൽപ്പനകൾ നോക്കൂ. 1 പുറപ്പാട് പുസ്തകം 20-ാമത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതേ വിഷയം ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. പറഞ്ഞാൽ ഞാനല്ലാതെ ആരാധനയ്ക്ക് യോഗ്യമായ വേറെ ഒരു മാധ്യമം ഉണ്ടാകരുത്. നമ്മൾ ചെയ്തു വരുന്നത് അങ്ങനെയാണോ?
ദൈവത്തെക്കാൾ ഉപരി നാം മനുഷ്യരെ ബഹുമാനിക്കാറില്ലേ? ദൈവത്തെക്കാൾ ഉപരി നാം മനുഷ്യർക്ക് ആദരവ് കൊടുക്കാറില്ലേ? അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഒന്നാമത്തെ കൽപ്പനകൾ നമ്മൾ തൃണവൽഗണിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, ഒരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത്. നാം പലപ്പോഴും നമ്മൾക്ക് തന്നെ നമ്മളൊരു വിഗ്രഹമായി തീരാറില്ലേ? നമ്മുടെ ജോലി, വേല, നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ളവർ, ജീവിത പങ്കാളികൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പണം ഒക്കെ നമുക്ക് വിഗ്രഹമായി തീരാറില്ലേ? വിഗ്രഹം, ദ്രവ്യം ഒരു വിഗ്രഹമാകുന്നു എന്ന് പൗലോസിന് എഴുതിയിട്ടുണ്ടല്ലോ, പുറപ്പാട് ദിവസം 20:4. മൂന്നാമത്തെ കൽപ്പന, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നാം ഒരു ദിവസം എത്ര തവണ ദൈവത്തിൻ്റെ നാമം എടുക്കുന്നുണ്ട്? വേണ്ടതിനും വേണ്ടാത്തതിനും, കള്ള ശപഥം ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ നാമം എടുക്കാറില്ലേ? പുറപ്പാട് ദിവസം 20:8 വൃഥാ എടുക്കരുത്. അഞ്ചാമത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അമ്മാവിയപ്പനെയും അമ്മാവിയമ്മയും ബഹുമാനിക്കണം. പക്ഷെ അതിനേക്കാട്ടിലുപരി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഞാൻ ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ വിശ്രമിക്കുവാൻ പോയി. രാവിലെ അത് ഉണർവ് നടന്ന കാലമായിരുന്നു. ഉണർന്നെഴുന്നേറ്റ് ഒരു പാട്ടുപാടി ആരാധിപ്പാൻ തുടങ്ങിയപ്പോൾ അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അവൻ വേദപുസ്തകം വായിച്ചു. എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നീ പോകുന്നിടത്ത് ശുഭമായിരിക്കാനും നിന്റെ അമ്മാവിയപ്പനെയും അമ്മാവിയമ്മയും ബഹുമാനിക്കുക എന്ന് വായിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, എന്താടാ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ പപ്പയും അമ്മയും ഇവിടെ ഞങ്ങൾ താമസിക്കുന്നല്ലോ. എൻ്റെ വല്യമ്മച്ചിയുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ പപ്പായുടെ പപ്പ മരിച്ചുപോയി. പക്ഷേ എൻ്റെ പപ്പ മാനിക്കുന്നത് എൻ്റെ അമ്മയുടെ അപ്പനെയാണ്, എൻ്റെ അമ്മയെക്കാട്ടിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ശ്രദ്ധിക്കണം നിങ്ങൾ, നമ്മൾ മാനിക്കേണ്ടത് അപ്പനെയും അമ്മയെയും. ആറാമത്, കൊല ചെയ്യരുത്. യിരെമ്യാവിൻ്റെ പുസ്തകം വായിച്ചു നോക്കുക. യിരെമ്യാവിനെ വാക്കുകൊണ്ട് കൊല്ലുവാൻ അന്നത്തെ അവിടുത്തെ പുരോഹിതവർഗവും പ്രവാചകവർഗവും പരിശ്രമിച്ചു. നമ്മുടെ വാക്കുകളിൽ ആരെയും ഗുണപ്പെടുത്തിയില്ലെങ്കിലും കൊല്ലരുത്. ആരെയും ഉത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. അത് പാപമാണ്. അടുത്തത് 7ാമത്തെ കൽപ്പനയാണ്, വ്യഭിചാരം ചെയ്യരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ അല്പം കൂടെ ആഴമായിട്ടാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഭോഗിക്കേണ്ടതിനുള്ള താല്പര്യത്തോടെ നോക്കിയാൽ അവരോടുകൂടെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞു. ചെയ്യരുത്. 8ാമത്, നിങ്ങൾ മോഷ്ടിക്കരുത്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നതും അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് കള്ളക്കണക്ക് എഴുതുന്നതും മോഷണമാണ്. അത് ചെയ്യരുത്. 9ാമത്തെ കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. കാണാത്തതും കേൾക്കാത്തതും ഒക്കെ വിളിച്ചു പറഞ്ഞല്ലേ പ്ലാറ്റ്ഫോമിൽ പണം സമ്പാദിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ലേ അവർ കൊട്ടിഘോഷിക്കുന്നത്. കള്ളസാക്ഷ്യം പറയരുത്. 20:16 10ാമത്, 10 കൽപ്പനകളിൽ അവസാനം, മോഹിക്കരുത്. ഒരു കാര്യവും വേറൊരുവൻ്റേത് കണ്ടു കഴിഞ്ഞാൽ അത് ലഭിക്കണം എന്നുള്ള താല്പര്യം വെക്കരുത്. അത് പാപമാണ്. അതിനാധാരമായി തിരുവചനത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. പുറപ്പാട് ദിവസം 20:17 ഈ വിഷയങ്ങളെല്ലാം പ്രാപിച്ചത് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചതിൻ്റെ 3ാം മാസം മുതൽ 2 വർഷം മരുഭൂമിയിൽ സീനായി പർവ്വതത്തിൽ പാർത്തിരുന്ന 1 വർഷവും 9 മാസങ്ങളും കൊണ്ടാണ്. തുടർന്നും ധാരാളം കാര്യങ്ങൾ അവരെയും നമ്മളെയും താരതമ്യം ചെയ്ത് പഠിക്കുവാനുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവം നിങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ സകല നന്മകളാലും പിതാവേ, ഈ കേൾവിക്കാരായ വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.